യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പലരും എന്നെ വിളിക്കുവാനും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തെ ചിന്തിക്കുവാനും തക്കവണ്ണം ദൈവം ഇടയാക്കുന്നുണ്ടല്ലോ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ ആ ചിന്തയുടെ തുടർമാനമായ ചിന്തകളിലേക്ക് തന്നെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് 3 ഘടകങ്ങളോട് കൂടിയുള്ളവനാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി തീർന്നു. ദേഹം, ദേഹി, ആത്മാവ്. അതിൽ ദേഹിയെക്കുറിച്ചുള്ള കാര്യമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ നമ്മുടെ ദേഹിയുടെയും അതേപോലെ തന്നെ ആത്മാവിൻ്റെയും പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമ്മൾ ഇന്ന് എടുക്കുന്നതായ വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46-47 വാക്യങ്ങളാണ്. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇവിടെ ഉള്ളം എന്ന് പറയുന്നിടത്ത് ദേഹി, സോൾ എന്നുള്ള ഒരു വാക്കാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വേദഭാഗത്ത് 2 ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മറിയ ദൈവത്തെ സ്തുതിക്കുന്നത്. അവിടെ പറയുന്നത് എൻ്റെ സോളും എൻ്റെ സ്പിരിറ്റും. സോൾ കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ്, എൻ്റെ സ്പിരിറ്റ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ്, ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ മറിയയ്ക്കുണ്ടായിരുന്നെങ്കിലും ദൂതൻ അത് വ്യക്തതയോടുകൂടെ മാത്രമല്ല ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നുള്ളതും വിശദീകരിച്ചപ്പോൾ മറിയ ദൈവത്തിൽ ആനന്ദിച്ച് പാടുന്നതായ മനോഹരമായൊരു പാട്ടാണ് നമുക്ക് ഈ 1-ാം അധ്യായത്തിൻ്റെ ഈ വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. മിക്ക വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഹന്ന, ഇതേപോലെ തന്നെ ഒരു സാഹചര്യം. ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് ഒരു മകനെ കൊടുത്തു. അപ്പോൾ ഹന്ന പാടിയ പാട്ട്, ആ പാട്ടും ഈ പാട്ടും തമ്മിൽ വളരെ സാമ്യമുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്നത് മറിയയുടെ ഈ വാക്യങ്ങളിൽ ഉള്ളതായ ആ ദൈവിക പരിജ്ഞാനം അവൾക്ക് തീർച്ചയായിട്ടും ന്യായപ്രമാണ പുസ്തകത്തിൽ, ശമൂവേലിന്റെ പുസ്തകത്തിൽ ഉള്ള സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ ശരിയായ പഠനവും ഉള്ളതായൊരു വ്യക്തിയായിരുന്നു മറിയ എന്നുള്ള ആ നിഗമനത്തിൽ എത്തുവാൻ കഴിയുന്നുണ്ട്. അതാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേവലം പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു സന്ദർശനം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നില്ല മറിയ, മറിച്ച് ദൈവ വഴിയിൽ നടക്കുന്നതായൊരു വ്യക്തി. അതേപോലെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നല്ലവണ്ണം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മറിയ എന്നതായ ഈ യുവ സഹോദരി. മറിയയുടെ ഈ പാട്ടിൽ പറയുന്നതായ കാര്യം, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എക്സ്പ്രസിങ് ഗാഡ് ത്രൂ ഹെർ സോൾ. നമ്മൾ ഇന്നലെ ചിന്തിച്ചു, നമ്മുടെ ദേഹിയിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ദേഹി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇച്ഛ, ഇതാണ് അടിസ്ഥാനപരമായി നമ്മുടെ ദേഹി എന്ന് പറയുന്നത്. ഈ ദേഹിയിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പക്ഷേ അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദേഹി എന്ന് പറയുന്നത് ഒരു ഹ്യൂമാനിറ്റി എന്ന വണ്ണം, അതായത് നമ്മുടെ മനുഷ്യത്വം എന്ന വണ്ണം ധാരാളം പരിമിതികൾ ഇതിലുണ്ട്. നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ഭക്തിയോടെ ജീവിക്കാം, അതേസമയം തന്നെ ദൈവത്തിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാം. അതാണ് ദേഹിയുടെ പരിമിതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദേഹിയുടെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദേഹി മുഖേന നമ്മൾ ചെയ്യുന്നതായ ആരാധന ദൈവം മുമ്പിൽ എത്തുമോ എന്നുള്ളതായ ഒരു വലിയ സംശയം പലപ്പോഴും നമുക്കുണ്ടാകാം. അതായത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടോ, എൻ്റെ ആരാധന ദൈവം സ്വീകരിച്ചോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. പല ആളുകളും എന്നോട് പറയുന്ന കാര്യമാണ്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ ജീവിതത്തിലുള്ള ദൈവത്തോടുള്ള അകൽച്ച, ആ ദേഹിയിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ചില അപൂർണതകൾ, ഇതൊക്കെ സംശയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്ന് മാത്രമല്ല, നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ പോലും ശിഷ്യന്മാർ പലതവണ സംശയാലുക്കളായി എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
ഇതെല്ലാം നമ്മളുടെ ദേഹിയുടെ പരിമിതികളാണ്. നമ്മൾ ഈ 3 ഘടകങ്ങളെയും ഒരു ചിത്രത്തിലൂടെ നമ്മൾ പഠിച്ചാൽ 3 സർക്കിളുകൾ നമ്മൾ വരയ്ക്കുന്നു എന്ന് കരുതുക. ആ 3 സർക്കിളിൻ്റെ ഔട്ടർ സർക്കിൾ, പുറമേയുള്ള സർക്കിൾ നമ്മളുടെ ദേഹവും, തൊട്ടടുത്ത സർക്കിൾ നമ്മളുടെ ദേഹിയും, ഏറ്റവും കോറായിട്ടുള്ള ഏറ്റവും അകത്തുള്ള സർക്കിൾ നമ്മുടെ ആത്മാവുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേഹി ഒരു ചാലകമായി നിന്നുകൊണ്ട് ആത്മാവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ആത്മാവിൽ മഹത്വപ്പെടുത്താൻ കഴിയുന്നത്. മറിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. താൻ പറയുന്നു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ദേഹിയെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്, എൻ്റെ ആത്മാവ് രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല അറിവ് മറിയക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവ് എന്താണ്? ആത്മാവ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ വാക്ക് എന്താണ് സൂചിപ്പിക്കുന്നത്? ആത്മാവ് പ്രവർത്തിക്കുന്നത് സ്പിരിച്വലിയാണ് പ്രവർത്തിക്കുന്നത്, ആത്മീകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ആത്മാവ് എന്തിനാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? ദൈവവിഷയപരമായി നാം ദൈവത്തോട് ഇടപെടുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ് എങ്ങനെയാണ് സജീവമാകുന്നത്? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ഒരുവൻ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് ദൈവത്തോടുള്ള ആ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴാണ് ഒരുവനിലെ ആത്മാവ് ദൈവവിഷയപരമായിട്ട് ഉണരുവാനിടയായി തീരുന്നത്, സജീവമായി തീരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മറിയ പറയുന്നതായി 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ 2 വരികൾ, പാട്ടിൻ്റെ 2 വരികൾ. ഒന്നാമത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, മൈ സോൾ ഗ്ലോറിഫൈസ് ദ ലോഡ്. രണ്ടാമത്തത്, മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ, എന്നെ രക്ഷിച്ചവനായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇവിടുത്തെ ഈ പദപ്രയോഗം ശ്രദ്ധിക്കണേ. എൻ്റെ രക്ഷിതാവായ, ഹീസ് മൈ സേവിയർ, ഗാഡ് ഈസ് മൈ സേവിയർ. ഉന്നതനായ ആ ദൈവം എന്നിൽ കടാക്ഷിച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ എൻ്റെ ഉദരത്തിലേക്ക് നൽകി, എന്നെ രക്ഷിച്ചവനായ എൻ്റെ ദൈവം. അപ്പോൾ ഈ രക്ഷകൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശിക്ഷയിൽ അകപ്പെട്ട ഒരുവനല്ലേ രക്ഷ പ്രാപിക്കുന്നത്? ജയിലിൽ അകപ്പെട്ട ഒരു വ്യക്തിക്കല്ലേ മോചനം ആവശ്യം? അപ്പോൾ ഈ മറിയയും നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ പാപത്താൽ ജനിച്ചതായ ഒരു വ്യക്തിയാണ്. ആദമ്യ വർഗത്തിൽ ജനിക്കുന്നതായ ഏത് വ്യക്തിയും പാപത്തിലാണ് ജനിക്കുന്നത്. ദാവീദ് അതുകൊണ്ടല്ല പാടിയത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. മറിയയ്ക്കും ഈ രക്ഷ ആവശ്യമായിരുന്നു. അതുകൊണ്ട് മറിയ ഒരിക്കലും പാപം ചെയ്യാത്തവളല്ല, പാപം അറിയാത്തവളല്ല, അവളും പാപിയായിരുന്നു. പക്ഷെ ഇവിടെ മറിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ, എന്നെ രക്ഷിച്ചതായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ ഉല്ലസിക്കുവാൻ എന്നെ സഹായകമാക്കുന്നത് എൻ്റെ ആത്മാവാണ്. അപ്പോൾ ആത്മാവിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൽ ഉല്ലസിക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ദൈവത്തെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ആത്മാവിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ കാര്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് പല ആളുകളും ദൈവത്തെ ആരാധിപ്പാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ദേഹിയിലൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആവശ്യമായി വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വളരെ ജനബാഹുല്യം ഒരു പ്രാർത്ഥനയോഗത്തിൽ ആവശ്യമായി നമുക്ക് തോന്നുന്നത്. ഇന്ന് ആളുകൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കൊക്കെ പോകുന്നത് വലിയ സമൂഹങ്ങളിലല്ലേ. ചെറിയ സമൂഹങ്ങളിലേക്ക് പോകുവാൻ ആളുകൾ ഇഷ്ടപ്പെടാറില്ല. കാരണം അവർക്ക് ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ ദേഹിയിൽ അവർക്കൊരു ആനന്ദം കിട്ടണമെങ്കിൽ അങ്ങനെയുള്ള ആംബിയൻസ് ഉള്ളിടത്ത് മാത്രമേ ആളുകൾ പോകാറുള്ളൂ. പക്ഷേ വിശുദ്ധ വേദപുസ്തകം അതല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് നമ്മളുടെ ദേഹിയിലൂടെയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിൽ വേണം ദൈവത്തെ ആരാധിപ്പാൻ. സറൗണ്ടിങ്സ്, നമ്മുടെ ആംബിയൻസ് ഒക്കെ നമ്മുടെ ദേഹിക്കും നമ്മുടെ ശരീരത്തിനും ഇഷ്ടപ്പെട്ടതായി തോന്നുന്നെങ്കിൽ മാത്രമേ ശരിയായിട്ടുള്ള ആരാധന വരികയുള്ളൂ എന്ന് ഒരാൾക്ക് തോന്നിയാൽ അദ്ദേഹത്തിൻ്റെ ആരാധന എന്നുള്ളത് സത്യമായ ആരാധനയല്ല. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്നുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അതായത് നിങ്ങൾ ആരാധിക്കേണ്ടത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല. ഒരുപക്ഷെ മലകൾ ചില ട്രഡീഷൻസിന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാകാം, മലകൾ ചില ആംബിയൻസുകൾ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ദൈവത്തെ ആരാധിക്കേണ്ടത് അങ്ങനെയുള്ള ആംബിയൻസുകളിലല്ല, അങ്ങനെയുള്ള
അനുഭവങ്ങൾ കൂടെയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിലൂടെയാണ് എന്നുള്ളതായ ആ വലിയ വിപ്ലവകരമായ സത്യം കർത്താവ് യേശു ക്രിസ്തു ഒരു പാപിനിയായ സ്ത്രീയോട് പറയുകയാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്നുള്ള നാഴിക വരുന്നു. എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്, യേശു ഇങ്ങനെയുള്ള ആത്മീയമായ ശ്രേഷ്ഠമായ ഒരു വെളിപ്പാടുകൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വിശുദ്ധന്മാരായ ആളുകൾ എന്നറിയപ്പെടുന്ന ആളുകളോടല്ല, മറിച്ച് വളരെ പാപികളായ ആളുകളോട്, സമൂഹത്തിൽ താഴ്ന്നവരായ ആളുകളോടാണ് യേശു ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതായത് ദൈവം താഴ്മയുള്ളവർക്ക് കുറവ് കൊടുക്കുന്നു. ദൈവസന്നിധിയിൽ വളരെ ആഗ്രഹത്തോടെ വാഞ്ചയോടും കൂടെ നമ്മളായിരിക്കുന്നെങ്കിൽ ദൈവം നമ്മളോട് സംസാരിപ്പാനിടയായി തീരും. നോക്കുക, ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ ദേഹത്തെക്കുറിച്ചും ദേഹിയെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും. ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ദിവസം ആത്മാവിൽ നടക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഞാൻ ഈ വേദഭാഗം അവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് മറ്റൊരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 4-ാം വാക്യം, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ജഡത്തെയല്ല. ജഡം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ശരീരം, നമ്മുടെ ബോഡി, അതുപോലെ തന്നെ നമ്മുടെ സോൾ. ഈ സോളും ഈ ശരീരവും തമ്മിൽ ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, നമ്മുടെ സാഹചര്യങ്ങൾ ഒക്കെ നമ്മുടെ ദേഹിയുടെ മൂഡിനെ നിശ്ചയിക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അവിടുത്തെ അന്തരീക്ഷമല്ലേ, അവിടുത്തെ സാഹചര്യമല്ലേ? അത് നമ്മളുടെ പ്രാർത്ഥനയും ബാധിക്കും. പക്ഷേ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് സാഹചര്യമൊന്നും വിഷയമല്ല, അവൻ്റെ ചുറ്റുപാട് അവന് പ്രശ്നമല്ല, അവൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അവന് പ്രശ്നമല്ല. യേശുവിനോടുകൂടെ ഗതസമനെ പ്രാർത്ഥിക്കാമെന്ന് തൻ്റെ ശിഷ്യന്മാരെ നോക്കി യേശു പ്രകാരം പറഞ്ഞു. അവർ ഉറങ്ങുകയായിരുന്നു ഈ ശിഷ്യന്മാർ. അപ്പോൾ യേശു പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ആത്മാവിന് ഒരുക്കമുണ്ട്, ആത്മാവ് റെഡിയാ പ്രാർത്ഥിക്കുവാൻ. പക്ഷേ അവരുടെ ശരീരം വളരെയധികം ബലഹീനമായിരിക്കുന്നു. അതായത് അവരുടെ ശരീരവും ദേഹിയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിലേക്ക് ഒരുക്കപ്പെടുവാൻ കഴിയാത്തതായ അവസ്ഥയിൽ അവർ ആയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ നാം എന്ത് ചെയ്യണം? നാം ചെയ്യേണ്ടത് നമ്മുടെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമ്മൾ ഒരുങ്ങണം. നമ്മുടെ ശരീരത്താലല്ല, നമ്മുടെ ജഡത്താലല്ല, നമ്മുടെ ദേഹിയാലല്ല നമ്മൾ നയിക്കപ്പെടേണ്ടത്. നമ്മുടെ ചിന്തകളിലൂടെയോ നമ്മുടെ വിചാരങ്ങളിലൂടെയോ നമ്മുടെ ഇച്ഛകളിലൂടെയല്ല നമ്മൾ നയിക്കപ്പെടേണ്ടത്. നമ്മൾ നയിക്കപ്പെടേണ്ടത് ആത്മാവിനാലാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഈ ഭാഗം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ദേഹിയെയും നമ്മുടെ ജഡത്തെയും മരിപ്പിച്ച് ആത്മാവിൻ്റെ ഇഷ്ടത്തിന് നാം ഏൽപ്പിച്ചു കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിരിക്കും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, യഥാർത്ഥമായിട്ടും ആത്മാവിൽ ഉല്ലസിപ്പാൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ദൈവത്തിന് ഇഷ്ടപ്രകാരം ആയിരിക്കാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഗോഡ് ബ്ലസ് യു. ഹാവ് എ നൈസ് ഡേ.